നമസ്കാരം. മാറ്റം. ഈ ലോകത്ത് മാറ്റം കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ സമൂഹവും അവിടെയുള്ള ആളുകളും മാറണം. തൻ്റെ വ്യത്യസ്തമായ പ്രവർത്തന ശൈലി കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു വൈറൽ സ്റ്റാറിനെ നമുക്ക് പരിചയപ്പെടാം. കൗമുദി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് നല്ല രീതിക്ക് വൈറലായിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിനെ പറ്റിയിട്ടൊന്ന് പറയൂ. ഫാമിലിയായിട്ട് എനിക്ക് വൈഫ് പേര് സൗമ്യ ഉണ്ണിത്താൻ എന്നാണ്. ഇപ്പോൾ ബി.എഡിന് പഠിക്കുന്നു. മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. രണ്ടുപേരും ക്ലാസ്സിന് പോയിരിക്കുകയാണ്. പിന്നെ അമ്മ, അച്ഛൻ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു പുരയിടം തന്നെയാണ്. പിന്നെ ജ്യേഷ്ഠനുണ്ട്. ഞാനും ജ്യേഷ്ഠനും ഒന്നിച്ചാണ് പട്ടാളത്തിൽ സർവീസിൽ കയറിയതും റിട്ടയർഡ് ആയതെല്ലാം ഒന്നിച്ച് തന്നെയാണ്. ജ്യേഷ്ഠനൊരു സന്യാസ ജീവിതമാണ്. നാടൻ പശുക്കളെയൊക്കെ വളർത്തി ഇപ്പം വനവാസം എന്ന് തന്നെ പറയാം. ചേട്ടൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു ലൈഫിനെ പറ്റിയിട്ടും കൂടി നോക്കുന്നു. പട്ടാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വന്ന ആഗ്രഹമാണ് സൈനികനാവണമെന്ന്. ശരി. അതിന് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും സിനിമ കണ്ടിട്ട് ഇൻസ്പിറേഷൻ? ഇല്ല, 5ാം ക്ലാസ് മുതൽ RSSൻ്റെ ശാഖയിൽ പോയി തുടങ്ങി. അപ്പോൾ അതിലൂടെയാണ് ദേശഭക്തി കൂടിയത്. അപ്പം ഒരു തോന്നലുണ്ടായിരുന്നു പട്ടാളത്തിൽ പോകണം എന്നുള്ള. അപ്പം അങ്ങനെയാണ് പട്ടാളത്തിൽ പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തനിച്ചല്ല പോയത്. ഞാനും എൻ്റെ ജ്യേഷ്ഠന് ഒന്നിച്ചാണ് സർവീസിൽ ജോലി കിട്ടിയത്. ഒരേ സമയത്താണ്, ഒരേ ദിവസം ഒരേ സമയത്ത് രണ്ടുപേരും പോവുകയും ചെയ്തു, ജോലി കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ തിരിച്ച് വന്നതും ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെയാണ്. ഭയങ്കര കോയിൻസിഡൻസ്. അത് പ്ലാൻ ചെയ്തിട്ടാണോ? അല്ല, പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഭാഗ്യം, ദൈവനിയോഗം. അപ്പോൾ ഒരു വീട്ടിൽ 2 മക്കളും ഒരേ സമയത്ത് പട്ടാളത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു പറഞ്ഞപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയുടെ ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്? അവർക്ക് വിഷമവും കാണും, അതിലുപരി സന്തോഷമുണ്ട്. രണ്ടും അവരൊക്കെ ചെയ്ത കർമ്മഫലം എന്ന് തന്നെ പറയാം. നമുക്ക് രണ്ടുപേർക്കൊരു ജോലി തന്നെ കിട്ടിയില്ലേ. അപ്പം അറിയാമല്ലോ, ഇവിടെയൊക്കെ എത്ര പഠിച്ചിട്ട് എത്ര ബുദ്ധിമുട്ടിയ ഇവിടുത്തെ ജോലി, ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷം കൂടി അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രതിഷേധങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് പ്രതിഷേധങ്ങളൊക്കെ വരാനായിട്ടുള്ള ആ ഒരു ഗഡ്സ് ഇതെല്ലാം കിട്ടിയത് ഒരു മിലിറ്ററി ലൈഫിൽ നിന്നായിരിക്കണം അല്ലേ? അങ്ങനെയും പറയാം. അതെ, 18 വയസ്സിലാണ് പട്ടാളത്തിൽ കയറിയത്. അപ്പോൾ 18 വയസ്സിൽ നമുക്കൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യിക്കും. പിന്നെ എന്ത് പറയാൻ, ലാട്രിൻ്റെ ക്ലോസറ്റിൽ വരെ തലകുത്തി നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊരു പ്ലാറ്റൂൺ ഉണ്ട്, 41 പേരുണ്ട് എങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ ഒരു ബറ്റാലിയന് ആരെങ്കിലും ഒരാൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പണിഷ്മെൻറ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആയിരിക്കും. അപ്പോൾ ഒരാൾ ചിലപ്പോൾ കുറ്റം ചെയ്ത ആൾ കമാൻഡിങ് ഓഫീസറിൻ്റെ ഓഫീസിലോ കാണാൻ വിളിച്ചു വരുത്തി അവിടെ ഇരിക്കുമായിരിക്കും, അവരുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ. പക്ഷേ പണിഷ്മെൻറ്റ് കിട്ടുന്നത് ബാക്കി എല്ലാവർക്കും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പട്ടാളത്തിൽ ഞാൻ പറയുന്നു എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് ജീവനക്കാരെല്ലാം ഒരു 2 വർഷമെങ്കിലും പട്ടാളത്തിൻ്റെ സേവനം കമ്പൽസറി ആക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സർവീസ്? ഇവിടെ ബാംഗ്ലൂർ മുതൽ കർണാടക മുതൽ കാശ്മീർ വരെ, കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നാഗാലാൻഡ് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 4-5 സംസ്ഥാനമേ ഉള്ളൂ സർവീസ് ചെയ്യാത്തതായിട്ട്. ഓക്കെ. അപ്പോൾ പല സംസ്ഥാനങ്ങൾ വർക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടാണോ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്? അല്ല, കോവിഡ് സമയമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് വന്ന ഉടനെ ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ ആവത്തേ ഉള്ളായിരുന്നു. കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് ഇവിടെ പെട്ടുപോയത്. പിന്നെ വീടിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരോട്ട് പോയി സെറ്റിൽ ആവണമെന്നാണ്.
വേറെ ഒന്നുമല്ല, കലാകാരനൊന്നും കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് പറയുകയല്ല. ഇപ്പം ഒരു കലാകാരന്മാർ കൂടുതലും കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിത്ര പ്രദർശനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്തായിരിക്കും, കൊള്ളാം, സൂപ്പറാണ്, വരയാണ്, പക്ഷേ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, കുടുംബം കഴിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും സ്കോപ്പുള്ളത് മുംബൈ, ഡൽഹി, ബാംഗ്ലൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിലാണ് ചിത്രപ്രദർശനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിച്ചു പോവാം. കലാകാരന്റെ വീടാന്ന് നമുക്ക് ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ വോളിലും തീയുമായിട്ട് തന്നെ പെയിന്റിങ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പെയിന്റിങ്ങിലേക്ക് വന്നത്? എങ്ങനെയാണ് പെയിന്റിങ്ങിലേക്ക് വന്നത്? പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കുഞ്ഞിലേ തന്നെ? അതെ, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അടുത്തുള്ളൊരു ബിനു എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ഒരച്ഛൻ, ഒരു പിന്നെ ഏതോ ഒരു അന്നത്തെ വാരികയിൽ വരച്ചിരുന്ന ഒരു പെൻസിൽ സ്കെച്ച് വേറെ ആരോ വരച്ചതാണ്, കക്ഷി വീട്ടിൽ കൊണ്ടുവരികയും അതെന്നെ കാണിച്ചു. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഇരിക്കുന്ന സമയത്താണ്. കണ്ടപ്പോൾ എനിക്കെന്തോ ആ ചിത്രം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇവിടുന്ന് ഇത് വരച്ചതാണ്. ഞാനങ്ങനെ ചോദിച്ചു, എനിക്ക് തരുമോ ഏട്ടാന്ന് ചോദിച്ചു. പിന്നെന്താ പറഞ്ഞാൽ എനിക്ക് തന്നിട്ട് പോയതിന് ശേഷം ഞാനത് ഇങ്ങനെ നോക്കി, എനിക്കും പറ്റുമോ ഇങ്ങനെയൊക്കെയെന്ന് ചിന്തിച്ചു. അപ്പോൾ പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത്, ഞാൻ അതെടുത്ത് ബെഡ്റൂമിൽ ചെന്നിരുന്ന് പെൻസിലൊക്കെ എടുത്ത് അതൊന്ന് വരച്ച് വൈകുന്നേരം ചേട്ടൻ സ്കൂളിൽ നിന്നൊക്കെ വന്നപ്പോൾ, സ്കൂളിൽ നിന്ന് ട്യൂഷന് പോയിട്ട് വന്നതാണെന്ന് ഓർക്കുന്നില്ല, 1ാം ക്ലാസ്സിലെയാണ്. അപ്പോൾ ഞാൻ വരച്ച മറ്റേത് കാണിച്ചില്ല, ഞാൻ ഈ വരച്ച ചിത്രം ചേട്ടനെ കാണിച്ചപ്പോൾ ഇതിനെന്ത് പ്രത്യേകത? ഞാൻ പറഞ്ഞ ഇത് എങ്ങനെയുണ്ട്? അത് കൊള്ളാം, നമ്മൾ നേരത്തെ കണ്ടതല്ലേ, വീട്ടിൽ എന്ന് പറഞ്ഞാൽ കക്ഷി കൊണ്ട് നമുക്ക് തന്നപ്പോൾ എല്ലാവരും കണ്ടതാണല്ലോ ആ ചിത്രം. ഇതിനാൾ വരച്ചു. ഞാൻ പറഞ്ഞല്ല, ഇത് ഞാൻ വരച്ചതാ. അപ്പോൾ വിശ്വസിച്ചില്ല. നീ പോടാ, നീ വരച്ചു, നീ ആരെയാ പറ്റിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം വിഷമം തോന്നി. ഇത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വരച്ചിട്ട്, അത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ട് ഇത് ഞാൻ വരച്ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ മറ്റേത് കാണിക്കാം, വേറെ മറ്റേ പടം കൊണ്ട് കാണിക്കാം. അത് പിന്നെ ആ ചിത്രം എടുത്തുകൊണ്ട് വന്ന് അതും കാണിച്ചു. പിന്നെ സന്തോഷം തോന്നി. ആഹാ, ഞാൻ വരച്ചയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ കലയുണ്ട്, ഒരു ചിത്രകല ഉള്ളിൽ ഉണ്ട് എന്ന് പറയും. അന്ന് മുതലാണ് ഞാൻ നിത്യം എന്നും തന്നെ വരയ്ക്കുന്നു പറയാം. പഠനത്തിൽ ഭയങ്കര ഉളപ്പാണ്. ബുക്കിലായാലും ബുക്കിൻ്റെ സൈഡിൽ മൊത്തം ചിത്രങ്ങളായിരുന്നു. പിന്നെ പഴയ വീടുണ്ടായിരുന്നു, വീടിൻ്റെ ഭിത്തികളിൽ മൊത്തവും ചിത്രങ്ങളായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പല വീടുകളിലും ഈ ചിത്രം വരയ്ക്കാൻ, വീടിൻ്റെ ഭിത്തിയിൽ വരയ്ക്കാൻ സമ്മതിക്കില്ലല്ലോ, ചുമരുകളിൽ. ഇത് ഞാൻ ചുമരിൽ മൊത്തവും ചിത്രം വരച്ച് വെച്ചത്. ഇപ്പോൾ 3ാം ക്ലാസ്സിലാണെന്നല്ലേ പറഞ്ഞ മോള്? അതെ, മോളും വരയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ആ, മോളുടെ പരിപാടിയാണ്. ഇതെൻ്റെ ഈ കുപ്പിക്കകത്തൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ തിരിച്ചേ പറയും, നീ പടം വരയ്ക്കരുത്, നീ വരച്ചിട്ട് അച്ഛനെയൊക്കെ വലിയ ചിത്രകാരനാവണ്ടാന്ന് പറയും. എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ചിത്രം വരച്ചു തരണം, അച്ഛ വരയ്ക്കും. ഞാൻ വരച്ചു തരത്തില്ല. പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മോളെടുത്ത് പറയും, അങ്ങനെ വേണ്ട, എന്നേക്കായി വലിയ ചിത്രകാരി നീ ആവണ്ട, ഞാൻ ഒരു കാരണവശാലും പഠിപ്പിക്കത്തില്ല എന്ന് പറയും. അപ്പോൾ എന്താണെന്നറിയോ, വാശി കൂടും. ആഹാ, അങ്ങനെയാണ്. ഇതേ സ്ഥാനത്ത് ഞാൻ കുത്തിയിരുത്തി അവളെ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ വരത്തില്ല, എനിക്ക് വേണ്ടിയാന്ന് ചിന്തിക്കുക. അപ്പോൾ പഠിപ്പിക്കാറേ ഇല്ല. അവൾ യൂട്യൂബിനകത്തൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പഠിപ്പിച്ചതേ അല്ലേ. അപ്പോൾ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കലാം സാറിന് പെയിൻറ്റിങ് കൊടുത്തതിൻ്റെയൊക്കെ കുറേ ഫോട്ടോസ്, കലാം സാറിൻ്റെ തന്നെ ഒരു ഡ്രോയിങ് ഇതൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാഹചര്യം? കലാം സാറിന് ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ, ലോകത്ത് തന്നെയെന്ന് പറയാം, ഇന്ത്യയിൽ നിന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന്. കലാം സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചതും എൻ്റെ ചിത്രങ്ങളിൽ കലാം സാറിൽ നിന്നും കയ്യൊപ്പ് നേടാൻ സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ചെയ്ത കർമ്മഫലം അല്ലെ എൻ്റെ പൂർവികർ ചെയ്ത കർമ്മഫലമാണോ എന്നൊക്കെ ആയിരിക്കാം. പിന്നെ ഞാൻ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന സമയം മുതലേ ലീവിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിബിഷൻ ചെയ്യാനാണ്. ഇപ്പം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രപ്രദർശനം ചെയ്യും. പ്രകൃതി സംരക്ഷിക്കുക, അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാംഗ്ലൂർ 5 ദിവസത്തെ എക്സിബിഷൻ ചെയ്തിരുന്നു വെങ്കട്ടപ്പ ആർട്ട് ഗ്യാലറിയിൽ.
അപ്പോൾ ആ സമയത്തൊരു ഡിഫൻസ് ജേർണലിസ്റ്റായിട്ടൊരു ഇതുപോലെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്താണ് ഞാൻ കലാം സാറിനെ കുറിച്ച് പറയുകയും അപ്പോൾ തന്നെ സാറായിട്ട് ഓക്കെ അങ്ങനെയാണ് സംസാരിക്കാം, കലാം സാറ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് ബാംഗ്ലൂരിൽ വന്നു, ചിത്രപ്രദർശനം നടന്ന് ആ സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്തു. അവിടുന്ന് രാജ്ഭവനിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. സാറിൻ്റെ കയ്യൊപ്പ് കിട്ടി ചിത്രങ്ങളിൽ. ഒരു ചിത്രം കലാം സാർ വീണ വായിക്കുന്ന മ്യൂസിക് ബിഹൈൻഡ് ദ മിസൈൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ആ ചിത്രം സാറിന് ഞാൻ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഒരു കോപ്പിയാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ കോപ്പിയാണ്. പിന്നെ ഒരു പെൻസിൽ സ്കെച്ച് ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ കയ്യൊപ്പ് വന്നിട്ടുണ്ട്. അപ്പം സാറ് പറയുകയും ചെയ്തു, ഞാൻ പഠിച്ച സ്കൂളിലും ഇതിൻ്റെ കോപ്പി ഇതേ രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അവർക്കും ഒരു രഞ്ജിത്തൊരു പ്രചോദനമാവണം എന്ന് പറഞ്ഞു. അതാണ് സന്തോഷമുള്ളത്. അത് സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്കുണ്ടായത് എന്താണെന്നറിയാം, ഡിയർ രഞ്ജിത്ത് എന്ന് പറഞ്ഞല്ല കലാം സാർ ഒപ്പിട്ട് തന്നത്, ഡിയർ തലവൂർ എന്ന് പറഞ്ഞാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ നാട് തലവൂർ. ആ തലവൂർ എന്ന സ്ഥലം കലാം സാറിലും അറിയിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അതെ കലാം സാറിന് അറിയാൻ സാധിച്ചല്ലോ. അത് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ നാടിനെ പുറം ലോകത്തേക്ക് അറിയിക്കണം എന്നൊരു ഇതുണ്ട്. പക്ഷേ അതിൽ നമുക്ക് പല കാര്യങ്ങളും വിഷമം തോന്നുന്നതും പല നെഗറ്റീവ് കാര്യങ്ങളിലൂടെയാണല്ലോ ലോകം അറിയിക്കുന്നതെന്നുള്ള ഒരു വിഷമം കൂടെ ഉണ്ട്. ഇപ്പം അറിയില്ല സമരങ്ങൾ ചെയ്ത്. അപ്പോൾ അതിനും അപ്പുറം എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പ്രവൃത്തികൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ട് അതിൽ ലോകത്തെ അറിയിക്കണം നമ്മുടെ നാടിനെ. ചേട്ടന് ഈ ഡാൻസ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ ഫ്രണ്ടിലൊരു പെയിന്റിങ് കണ്ടു, കഥകളിയും 24 മുദ്രകളുള്ള ഒരു പെയിന്റിങ്. അത് സാധാരണ ഒരു പെയിന്റിങ് കഥകളിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ മുദ്രകളും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ല. അതെങ്ങനെയാണത്? അല്ല, മനസ്സിൽ തോന്നിയതാണ്. കഥകളിയുടെ നാട്ടിലാണ് നമ്മുടെ കൊട്ടാരക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയുടെ നാടാണല്ലോ. പക്ഷേ ഞാൻ കൂടുതൽ കഥകളിയുടെ പടം വരയ്ക്കാറില്ല. ഞാൻ കൂടുതലായിട്ട് വരയ്ക്കുന്നത് തെയ്യമാണ്. തെയ്യവും ഞാനും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ബാംഗ്ലൂരൊക്കെ പലരും എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടിരിക്കുന്നത് തെയ്യം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അറിയില്ല എന്താണ് അതുമായിട്ട് ബന്ധം. ഇപ്പോൾ കണ്ടില്ല, തെയ്യത്തിൻ്റെ ചിത്രങ്ങളായിരിക്കും ഇവിടെ കുറവാണ്. കുറേ ചിത്രങ്ങൾ ബാംഗ്ലൂരൊക്കെ ഇരിക്കുകയാണ്. ബാംഗ്ലൂർ, പത്തനംതിട്ട കുറേ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. വീട് പണിഞ്ഞതും തെയ്യത്തിൻ്റെ നാട്ടിലെ ആൾക്കാർ വന്നിട്ടാണ്. എന്തോ കഴിഞ്ഞ ജന്മത്തിലുള്ള എന്തോ ചിലപ്പം അവിടെ കാണാൻ ജീവിച്ച ആളായിരിക്കാം, ചിലപ്പം തെയ്യം കലാകാരനായിരിക്കാം. കൂടുതലും ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇപ്പോൾ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സമയമൊക്കെ കിട്ടാറുണ്ടോ? സമരം പ്രതിഷേധം വരുമ്പോൾ മാത്രമേ ക്യാൻവാസ് എടുക്കാറുള്ളൂ, കളറും എടുക്കാറുള്ളൂ. ഇപ്പം ഇൻ്റർവ്യൂ തുടങ്ങിയപ്പം തന്നെ കണ്ടില്ലേ എത്ര പേര് വന്നിരുന്നു എന്നുള്ളത്. അപ്പം ഇൻ്റർവ്യൂ ആയതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് പോയത്. അതേ സ്ഥാനത്ത് ഞാൻ വരച്ചുകൊണ്ടിരുന്നതായിരുന്നുവെങ്കിൽ പറയാൻ പറ്റുമോ, ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്, ശല്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ ഇതാണ് കാര്യം, പെട്ടെന്നൊരു കാരണവശാലും പോയില്ല. വരയ്ക്കാൻ പാടാണ്. ഞാൻ പ്രതിയായിട്ട് വര നടക്കത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രതിഷേധിക്കാൻ വേണ്ടി അപ്പോൾ പോകുന്നു, ക്യാൻവാസ് എടുക്കുന്നു, വരയ്ക്കുന്നു. ഇനി 2 വർഷത്തോടുണ്ട്. 2 വർഷത്തിന് ശേഷം വീണ്ടും കലാഫീൽഡിലേക്ക് ഇറങ്ങണം, വരയും കാര്യങ്ങളായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു കൂളിംഗ് ആംബിയൻസ് ആണ്. മൊത്തം നല്ലൊരു ലൈറ്റിങ്ങും എയറേഷനും ഒക്കെ ഉള്ളൊരു വീട്. വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ ഇങ്ങനെ പഴയ വീട് റിനോവേറ്റ് ചെയ്തതാണോ അതോ സ്വന്തമായിട്ട്? അല്ല, പുതിയതായിട്ട് തന്നെ പണിയാണ്. ഇവിടെ റബ്ബറും തോട്ടമായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു കുറേ ഇതിൽ വന്നിട്ടുണ്ടാവും. അതെ, അപ്പം ഞാൻ തന്നെയാണ് ഞാൻ തന്നെ റഫായിട്ട് വരച്ചിട്ട് പിന്നെ പെർമിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഷൈനി എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ കൊണ്ടാണ് ഇത് വരപ്പിച്ചത്. കണ്ണൂരുള്ളവരായിരുന്നു ഇതിൻ്റെ പണിക്കാർ. മധുമോഹൻ എന്ന് പറഞ്ഞ ചേട്ടനും അവർ 7 പണിക്കാരുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻ്റൊക്കെ ഇവിടെ ഉള്ളവരെ കൊണ്ട് ചെയ്യിച്ചു. ഈ കട്ട കെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് കണ്ണൂരിൽ നിന്ന് ഒരു ട്രാവലിൽ വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ താഴെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് ഫുഡൊക്കെ നമ്മൾ തന്നെ കൊടുത്തു. ഇവിടെ താമസിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ നടുമുറ്റൊക്കെ വേണമെന്ന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ? അതെ, നടുമുറ്റം. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, എപ്പോഴും കറണ്ടൊന്നും കാണാതെ ഇപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം വാർത്ത 2 ആണെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മേലത്തെ വീടെന്ന് പറഞ്ഞാൽ വാർത്ത വീടാണ്. അപ്പോൾ അതിനകത്തറിയാം ഒരു സമയം കറണ്ട് ഇല്ലാതെ ഒരു സമയം ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക്.
അപ്പം മഴക്കാലമാണെങ്കിൽ പോലും പിന്നെ ജനലൊക്കെ അടച്ചിട്ടാൽ പോലും നമുക്ക് ഫാനിടാതെ കഴിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ല. ഇടയ്ക്ക് ഒരു കൊതുകിൻ്റെ പ്രശ്നമുണ്ട്, അതേ വരുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ സമയം 12 മണിയായി, ഫാനൊന്നും ഇട്ടിട്ടില്ലല്ലോ, വലിയ ആവിയുണ്ടോ? ഇല്ല. അപ്പോൾ എപ്പോഴും നല്ല പ്ലാസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് എപ്പോഴും നല്ല കൂളിംഗ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് വെളിയിൽ ഭയങ്കര തണുപ്പാണെങ്കിൽ തിരിച്ചും കിട്ടും, അതേപോലെ തണുപ്പ് വരികയും ചെയ്യില്ല, കുറച്ച് ചൂടായിട്ട് നിൽക്കും. മണ്ണിൻ്റെ ഗുണം അതാണല്ലോ. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കേണ്ട എന്നുള്ളൊരു ചിന്തകളുണ്ട്. പിന്നെ നമ്മുടെ ഭാരതത്തിൽ ചെയ്യേണ്ടുന്നത് ഇപ്പം നടുമുറ്റമായിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള വീടുകളാണ് ചെയ്യുന്നത്. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയാറില്ലേ, നമ്മൾ പോകുമ്പോൾ യൂറോപ്യൻ സ്റ്റൈലിൽ ഇവിടെ വീട് വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ യൂറോപ്പിൽ എന്തുകൊണ്ടാണ് പോയി കാണുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ പിന്നെ സംസ്കാരത്തിൻ്റെ അനുസരിച്ചുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്, നടുമുറ്റമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള വീടിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വായു സഞ്ചാരം നല്ലപോലെ. ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ വെളിയിൽ തുളസിയുണ്ട്, ആ തുളസിയിൽ തട്ടിയിട്ടാണ് ഈ കാറ്റകത്തോട്ട് കയറുന്നത്. അത് കഴിഞ്ഞാൽ ഉള്ളിൽ തുളസിത്തറയുണ്ട്. ഇവിടെ നിന്നും വായുവിന് അല്ലേ നല്ല ശുദ്ധവായു കിട്ടും. അത് തന്നെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഗോശാല. ഇത്രയും വാർഡ് മെമ്പേഴ്സ് ഉണ്ടായിട്ടും ഈ ഒരു രീതിയിൽ പ്രതിഷേധിച്ച് കാര്യങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അപാര ഗട്സ് ആണ്. എന്തായാലും ഹാറ്റ്സ് ഓഫ്. അപ്പം അതിന് വേണ്ട ക്രിയേറ്റിവിറ്റിയും ആ ഒരു തോട്ടും അതെങ്ങനെയാണ്? അതൊന്നെന്ന് പറഞ്ഞാൽ കലാകാരനാണ്, പിന്നെ ഗട്സ് അത് സൈന്യത്തിലൂടെ കിട്ടി. ഇത് രണ്ടും ഒന്നിച്ചല്ലോ. പിന്നെ ജനപ്രതിയാകുമ്പം ഈ കലാവാസന എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ്. 1,00,000 പേരിലൊക്കെയാണ് ഒരാൾക്ക് കലാവാസന കൊടുക്കുന്നത്. നമുക്കൊരിക്കലും ഒരു അനീതി കണ്ടു നിൽക്കാൻ പറ്റത്തില്ല സമൂഹത്തിൽ നടക്കുന്നത്. അപ്പം പ്രതിഷേധിച്ചേ പറ്റൂ, പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾക്ക് പല കാര്യങ്ങളും കാണുന്നത്. ഇവിടെ നമ്മുടെ ജംഗ്ഷനിലാണെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. എന്നും എല്ലാ ദിവസങ്ങളിലും ആക്സിഡൻറ്റ് നടക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യാപാരികൾക്കും അവിടുത്തെ ടാക്സി തൊഴിലാളികൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിലൂടെ. ഇപ്പം ഒരു സമരം ചെയ്യുമ്പോൾ, പ്രതിഷേധം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു പ്രതിഷേധം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പ്രതിഷേധം ജനങ്ങൾ കാണും. ഇപ്പം പ്രതിഷേധിക്കുന്നത് എന്തിനാണ്? ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പം ജനം അറിയണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും വ്യത്യസ്തത വേണം. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതിലോട്ട് ബാരിക്കേഡ് വെച്ചു, അല്ലെങ്കിൽ റോഡ് തടഞ്ഞു. റോഡ് തടയുമ്പോൾ എന്താണ്, നമ്മൾ എന്തിനാണോ പ്രതിഷേധിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി റോഡിൽ ആക്സിഡൻ്റ് ഉണ്ടാവാതെ പെട്ടെന്ന് ജനങ്ങൾക്ക് അത് റോഡിലൂടെ പോകാൻ വേണ്ടി, ഓഫീസുകളിലായാലും ഹോസ്പിറ്റലിലായാലും എവിടെയായാലും വീട്ടിൽ പോകാനാണെങ്കിലും. അതേ സ്ഥാനത്ത് റോഡ് തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും നമ്മൾ? അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ചിന്തിച്ചു ഇതിനെന്ത് രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാം, ഇത് ഏറ്റവും ബെറ്റർ എന്തായിരിക്കും. അപ്പം നമ്മുടെ പ്രവർത്തകരുടെ അടുത്തെല്ലാം പറഞ്ഞു, ചേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചോളൂ, ഐഡിയയ്ക്ക് കുറവൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം, നമ്മളുടെ പ്രവർത്തകരെല്ലാം നമ്മൾ റോഡിൻ്റെ സൈഡിൽ കസേരയിട്ടിരിക്കുന്നു, പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട്. ഒരു കാരണവശാലും റോഡ് ബ്ലോക്ക് ചെയ്യരുത്. നമ്മൾ എന്നും പോകുന്നതിൽ സ്പീഡിലായിരിക്കണം ആൾക്കാരന്ന് ആ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസം ആക്സിഡൻ്റ് ഉണ്ടാകാനും പാടില്ല. അപ്പം ഞാൻ ഒരു മോഡൽ ഉണ്ടാക്കി, സിഗ്നൽ ലൈറ്റിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സോളാർ ഘടിപ്പിച്ചു. അപ്പം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പം അങ്ങനെ റോഡിൻ്റെ സെൻറ്ററിൽ തന്നെ നിന്നുകൊണ്ട് ഒരു സിഗ്നൽ മാനായിട്ട് തന്നെ ഒരു ട്രാഫിക് പോലീസിൻ്റെ സിഗ്നൽ ലൈറ്റായിട്ട് നിന്ന് വണ്ടികളെല്ലാം പാസ് ചെയ്തു. അപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, പിന്നെ CA ഉൾപ്പെടെ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു, പ്രതിഷേധമല്ലേ. അപ്പോൾ അവർ കണ്ട് നിന്ന് പോയതാണ്. ഇതിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? റോഡിൽ നിൽക്കുന്നു, പെട്ടെന്ന് ആൾക്കാരെ പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ അവർ നല്ലോണം സഹകരിച്ചു. പോലീസിൽ നിന്നും നല്ല സഹകരണമായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നും ആക്സിഡൻറ്റ് കിടക്കുമ്പോൾ അവരുടെയും പണി കൂടുമല്ലേ. അപ്പോൾ ഇതൊരു നല്ല സമരം, അവരും വിചാരിച്ചു ഇത് കൊള്ളാം. അവർ നല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും 5-6 മാസത്തോളം എടുത്തു. അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു, കുറേ ബുദ്ധിമുട്ടി അത് സ്ഥാപിപ്പിക്കാൻ വേണ്ടി. എന്തായാലും സ്ഥാപിപ്പിച്ചെടുത്ത്. അല്ല, ജനപ്രതിയായ ഒരിക്കലും പിന്നെ രാഷ്ട്രീയക്കാരനല്ല. അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മെമ്പറിനെ എവിടെ നിന്ന് പണി കൊടുക്കുക. ആദ്യം പോലെ മെമ്പറായപ്പോൾ പോലെ പല രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എവിടെ നിന്ന് പണി കൊടുക്കണം തന്നെ. ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകൾ ഇടാറുണ്ട്, ചാണകമാണ്, പട്ടി ഷോയാണ്,
വൺ മാൻ ഷോ ആണ്, അഭിനയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവർക്കെതിരെ ആയിരിക്കണം. നമ്മളെ ആരാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെ ആയിരിക്കണം നമ്മൾ ബുദ്ധിമുട്ടി. ഭരണം ഇങ്ങനെയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വെറൈറ്റി പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം നിങ്ങൾക്കെല്ലാം.